നമസ്കാരം. ഷെക്കേന ഫൈവ് റൂമിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. എന്റെ പേര് നിതിൻ ജോസ്. ഗാസിയാബാദും ചോറ്റാനിക്കരയും തമ്മിൽ നേരിട്ട് ബന്ധമില്ല. പക്ഷേ ഒരു പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഈ രണ്ട് സ്ഥലങ്ങൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മുടെ പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ നെഞ്ചിരിപ്പിക്കുന്ന ഇടമായി മാറിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഒരിടത്ത് ഗാസിയാബാദിൽ കൊറിയൻ ഗെയിം കളിച്ച കുട്ടികൾ അവിടെ മൊബൈൽ ഫോൺ മാതാപിതാക്കൾ നിഷേധിക്കുന്ന ഘട്ടത്തിൽ ആത്മഹത്യ ചെയ്ത സംഭവം നമ്മൾ കണ്ടു. ചോറ്റാനിക്കരയിൽ കൊറിയൻ സുഹൃത്തിന്റെ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട കൊറിയൻ സുഹൃത്തിന്റെ മരണത്തിൽ മനം നൊന്ത് ഒരു ചെറുപ്പക്കാരി ആത്മഹത്യ ചെയ്തു. നമ്മുടെ തൊട്ട് മുമ്പിൽ മൊബൈൽ ഫോണിൽ വല്ലാത്തൊരു ലോകം ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നത് ദുഃഖകരമായ യാഥാർത്ഥ്യമാണ്. എന്താണ് കൊറിയൻ സിനിമകളും കൊറിയൻ ഡ്രാമകളും BTS ഉൾപ്പെടെയുള്ള മ്യൂസിക്കുകളും കൊറിയൻ ഗെയിമുകളും എല്ലാം നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും സ്വാധീനിക്കുന്ന വിധം ഒരു വലിയ വലയം തീർത്തതിന്റെ കാരണം എന്താണ്? ഇത് മലയാളിക്ക് പഠിക്കാനുള്ള വിഷയം എന്താണ്? ഏത് തരത്തിലുള്ള ജാഗ്രത മുൻകരുതലാണ് ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടത്? ഈ ചർച്ചയിൽ എന്റെ ഒപ്പം ചേരുന്നു ഡോക്ടർ കൊച്ചുറാണി ജോസഫ്, ഭാരതമാത കോളേജിലെ HOD ആയി റിട്ടയറായി, നിലവിൽ പേരന്റിംഗ് പരിശീലകയായി, സാമൂഹ്യ നിരീക്ഷകയായി, എഴുത്തുകാരിയായി എല്ലാം പ്രശസ്തിയായിട്ടുള്ള ഡോക്ടർ കൊച്ചുറാണി ജോസഫ്. ഒപ്പം ശ്രീ അഭി മാത്യൂസ്, അധ്യാപകരാണ്. ഒപ്പം കത്തോലിക്ക കോൺഗ്രസ് യുവജന പ്രസ്ഥാനത്തിന്റെ അന്തർദേശീയ നേതാവ്. ഈ രണ്ടുപേരെയും ഏറെ സ്നേഹത്തോടെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യും. ഞാൻ ഡോക്ടർ കൊച്ചുറാണി ജോസഫിൽ ഈ ചർച്ച ആരംഭിക്കുകയാണ്. നമ്മൾ പണ്ട് നമ്മളുടെ പത്രങ്ങളിലൊക്കെ നമ്മൾ ധാരാളം മരണ വാർത്തകൾ, ആത്മഹത്യയുടെ വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കുട്ടികള് പേരൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ആത്മഹത്യകൾക്ക് പല പല കാരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ വളരെ വേറിട്ട ചില വാർത്തകളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഒന്ന് ഗാസിയാബാദിൽ നിന്നാണ് നമ്മൾ കണ്ടത്. അവിടെ നമ്മൾ കാണുന്നത് ഒരു മൊബൈൽ ഗെയിം എന്ന് വെച്ചാൽ ഒരു ലവ് കൊറിയൻ ഗെയിം എന്നോ മറ്റോ പേരുള്ള ഒരു ഗെയിം. ആ ഗെയിമിലാണ് 50ഓളം ചലഞ്ചുകളുള്ള 50ഓളം ആക്ടിവിറ്റികളുള്ള ഒരു ഗെയിമാണ്. ആ ഗെയിമിൽ പങ്കെടുക്കുന്ന കുട്ടികൾ ഈ ലോകത്തെ തന്നെ മറന്ന് ഒരു വെർച്വൽ ലോകത്തിന് ഭാഗമാകുന്നു. ആ ഗെയിം കളിച്ച 3 സഹോദരിമാർ അവിടെ ആത്മഹത്യ ചെയ്യുന്നു. അവര് പറയുന്നത് അവരുടെ ലോകം അല്ലെങ്കിൽ അവരുടെ സ്വർഗം എന്ന് പറയുന്നത് കൊറിയയാണ്, ഞങ്ങൾ ഇന്ത്യക്കാർ പോലുമല്ല എന്നൊക്കെ അവർ പറയുന്നു. അപ്പോൾ ഒരു മായിക ലോകം തീർക്കുന്നു. അവരുടെ ഒരു പ്രതിഷേധം അത് ആത്മഹത്യയിലൂടെ രേഖപ്പെടുത്തുന്നു. ഇതൊക്കെ നമ്മൾ കാണുകയാണ്. ചോറ്റാനിക്കരയിലെ മറ്റൊരു കോണ്ടെക്സ്റ്റ് ആണ്. അവിടെ ഒരു സോഷ്യൽ മീഡിയയിൽ കൊറിയയിലെ ഒരു ചെറുപ്പക്കാരനെ ഫോളോ ചെയ്യുന്നു, അദ്ദേഹത്തെ കണക്ഷൻ. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ മുമ്പെന്തും കാണാത്ത കേൾക്കാത്ത വിധമുള്ള പല കഥകൾ അവതരിപ്പിക്കുകയാണ്. ശരിക്കും ഇത് വല്ലാത്തൊരു ആശങ്ക തന്നെയല്ലേ? തീർച്ചയായും നമ്മൾ ഈ ഏറ്റവും കൂടുതൽ 21ാം നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ വിപ്ലവം നടത്തിയിരിക്കുന്നത്, ആശയപരമായ വിപ്ലവം നടത്തിയിരിക്കുന്നത് സോഷ്യൽ കമ്മ്യൂണിക്കേഷൻസിലാണ്. സാമൂഹ്യ വിനിമയ രംഗത്ത് തൊട്ടടുത്തിരിക്കുന്ന ആളുടെ ഭാഷയോ ബന്ധങ്ങളോ മനസ്സിലാകാതിരിക്കുകയും അങ്ങ് അകലെ ഇരിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്ന ആളുണ്ടോയെന്ന് തന്നെ അറിയില്ല, വിശ്വസിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ആത്മബന്ധം ഇതിനപ്പുറത്തെ ലെവലിലേക്ക്, ഒരു മായിക ലെവലിലേക്ക് വളരുകയും ചെയ്യുമ്പോൾ കുട്ടികൾ റിയാലിറ്റി ഏതാ ഫിക്ഷൻ ഏതാണെന്ന് അറിയാതെ വളരുന്നു. ഇവരെ യാഥാർത്ഥ്യബോധത്തിലേക്ക് നയിക്കാൻ തക്ക വിധത്തിലുള്ള എക്യുപ്പായിട്ടുള്ള ആൾക്കാരെ ചുറ്റുവട്ടത്തെ ടീച്ചേഴ്സായിട്ടോ മാതാപിതാക്കളായിട്ടോ അല്ലെങ്കിൽ സോഷ്യൽ കെയർ ഗിവേഴ്സായിട്ടുള്ളവരോ നമുക്ക് അപര്യാപ്തമാണ്. മാത്രമല്ല ഇന്ന് പലർക്കും പേരൻസിൻ്റെ ഒരു 90% കൊറിയൻ ഗെയിം എന്താണെന്നും ഇതിൻ്റെ ലവ് ചലഞ്ചസ് എന്തൊക്കെയാണെന്നും ഒന്നും അറിയത്തില്ല. കൊറിയ ഒരു രാജ്യമാണെന്ന് അറിയാമെന്നല്ലാണ്ട് മറ്റൊന്നും ഇവർക്കാർക്കും അറിയത്തില്ല എന്നുള്ളത്. ഈ രീതിയിൽ ഗൈഡ് ചെയ്യാൻ പറ്റിയ ആൾക്കാരുമില്ല. ഇങ്ങനൊരു സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ രംഗത്ത് നടത്തിയ ഈ ഉപരിവിപ്ലവമായ മാറ്റമാണ് ഈ ചെറിയ ഉപകരണത്തിനെ മാക്സിമം ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. ഇപ്പം ജെൻസിയുടെ തലമുറ എന്തിനാണ് ഈ ഉപകരണം ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലും ഫണ്ണാണ്, ചലഞ്ചസാണ്, അല്ലെങ്കിൽ ആ ഒരു സ്പോർട്സ് സ്പിരിറ്റാണ്. ഇത് ഉപയോഗിക്കേണ്ട കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ ഏറ്റവും വലിയൊരു ഈ ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. പക്ഷെ അതിൻ്റെ ബ്ലെസ്സിങ് മനസ്സിലാക്കാതെ മറ്റൊരു രീതിയിൽ നമുക്ക് ഈ കൊറോണയുടെ ഒക്കെ സമയത്ത് തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റുള്ളായിരുന്നു, ഓൺലൈൻ ക്ലാസ്സിൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽ. പക്ഷേ ഇന്ന് അതിൽ നിന്ന് മാറി ഈ എക്യുപ്മെൻറ്റ് ഉപയോഗിക്കാൻ അറിയാൻ പാടില്ല എന്നുള്ളതും, മാതാപിതാക്കൾ ഇവരെന്താ ചെയ്യണം, ഇപ്പോൾ ഈ കൊറിയൻ ഗെയിം കളിച്ച ആത്മഹത്യ ചെയ്തവരുടെ പേരൻസ് ഇതെന്താന്ന് പോലും മനസ്സിലാകുന്നതിന് മുമ്പ് തന്നെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം കടന്നു വരികയാണ്. മാത്രമല്ല ഞാൻ ഓർക്കുന്ന ഈ കുട്ടികൾക്കുണ്ടല്ലോ പ്രയോറിറ്റീസോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ മുൻഗണനകളൊക്കെ നഷ്ടപ്പെടുകയാണ്. അവർ ആഗ്രഹിക്കുന്ന പോലത്തെ സന്തോഷവും ഫണ്ണും കിട്ടിയില്ല, അല്ലെങ്കിൽ ആ ചലഞ്ച് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചലഞ്ചിൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെ ഒരു ഈവൻ്റായിട്ട് തന്നെ ആത്മഹത്യ മാറിയെന്നും ഇരിക്കാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് സംഭവിക്കാൻ പോണ എന്നറിയുമ്പോൾ
ഇവരുടെ ലൈഫിൻ്റെ പ്രയോറിറ്റൈസേഷൻ നഷ്ടപ്പെടുന്നു. അതിനേക്കാളേറെ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്നാന്ന് മനസ്സിലാകുന്ന പ്രായവും ആയിട്ടില്ല. ഇമോഷൻസ് തന്നെ ഹോൾഡ് ചെയ്യാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ പറ്റാത്തൊരു പ്രായത്തിൽ പിന്നെ സ്റ്റെബിലിറ്റിയെക്കുറിച്ച് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ഈ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും കുട്ടികൾക്ക് ഒരു പക്ഷേ ആ പ്രായത്തിൽ ഇപ്പം നമ്മൾ പറയാറുണ്ട് മൊബൈൽ ഫോണൊക്കെ 10 മണിക്ക് ഒരു കോമൺ സ്ഥലത്ത് കൊണ്ടേ വെക്കണം എന്ന് നമ്മൾ പേരൻറ്റിങ്ങിൽ കൊടുക്കുന്ന ഒരു ഡയറക്ഷനാണ്. കോമൺ സ്ഥലം, അതായത് റൂമിലേക്കൊന്നും കൊണ്ടുപോകാൻ പാടില്ല 10 മണി വരെ ഒരു പബ്ലിക് പ്ലേസിൽ. അത് അച്ഛനും അമ്മയും ചെയ്യണം, പിള്ളേർ മാത്രം ചെയ്തിട്ട് കാര്യമില്ല, അച്ഛനും അമ്മയും ചെയ്യണം. അതൊരു സൊല്യൂഷനായിട്ട് നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ അത് പ്രാക്ടിക്കബിലിറ്റി ഇല്ലെന്നുള്ളതാണ്. മാത്രമല്ല ഇക്കാര്യത്തിൽ പേരൻസിനൊരു വോയിസ് ഇല്ല, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. നമുക്ക് ഈ കൊറിയൻ സിനിമകൾ, കെ ഡ്രാമകൾ എന്നൊക്കെ നമ്മുടെ മുമ്പിൽ പണ്ട് തൊട്ടേ നമ്മൾക്ക് അടുത്ത കാലം ഒരു പുതിയ വേവിലാണ് നമ്മൾ കേൾക്കുക. ബോളിവുഡ് സിനിമയെ കണ്ട് വളർന്നവരാണ്. പക്ഷെ നമ്മുടെ പുതുതലമുറ അല്ലെങ്കിൽ നമ്മുടെ അനുജന്മാരുടെ പുതിയ തലമുറയ്ക്ക് അതൊന്നുമല്ല. അവരുടെ ലോകം കൂടുതലായിട്ടും ഇത്തരം വിദേശ കണ്ടന്റുകളാണ് അവർ കൂടുതലായി കൺസ്യൂം ചെയ്യുന്നത്. പ്രത്യേകിച്ച് കൊറിയൻ ഫുഡ്, കൊറിയൻ ഡ്രസ്സ്, കൊറിയൻ ഭാഷ, ഇതൊക്കെയാണ് അവരുടെ മുമ്പിലേക്ക് വരിക. എന്തായിരിക്കും ഈ പറയുന്ന കമ്മ്യൂണിറ്റിയെ, പ്രത്യേകിച്ച് യൂത്ത് ആയിട്ടുള്ള, യങ് ആയിട്ടുള്ള, ടീൻസ് ആയിട്ടുള്ള, അഡോളസൻസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി, ആ ഒരു ഏജ് ഗ്രൂപ്പിന് എന്തായിരിക്കും, എങ്ങനെയാണ് ഇവർ ഈ ഒരു കൊറിയൻ വലയിൽ അവർ വീഴുക? അത് രസകരമായ ഒരു ചോദ്യമാണ്. അതായത് യഥാർത്ഥത്തിൽ ഈ മിലേനിയൽസ് എന്ന് പറയുന്ന ജനറേഷൻ, 96-ന് മുമ്പ് ജനിച്ച ആളുകൾ, അവർ ഈ പറഞ്ഞ പോലെ ഹോളിവുഡ് സിനിമകൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവരുടെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാവുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ജെൻസി എന്ന് പറയുന്ന ആളുകൾ വന്നു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും അവരുടെ ഒരു അഡോൾസൻസ് സമയങ്ങളിലൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ സ്മാർട്ട് ഫോണിൻ്റെ കടന്നുവരവ് അത്രയായിട്ട് വന്നത്. അതിനു മുമ്പ് ശരിയായ ഒരു കീപാഡ് ഫോൺ ഒക്കെ തലത്തിലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ സ്മാർട്ട് ഫോണിൻ്റെ കടന്നുവരവ് വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അന്നുണ്ടായിരുന്ന പേരൻസിനും ഇതുപോലെ തന്നെ കുട്ടികൾക്കും ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള കാര്യത്തിലൊരു അവ്യക്തത ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ നമ്മൾ പുതുതായിട്ട് ഒരു സംഭവം വന്നു കഴിയുമ്പോഴത്തേക്കും അതിനെ പിള്ളേരെ എങ്ങനെ ലിമിറ്റ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതോടൊപ്പം ഗ്രാജ്വലി കോവിഡും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ റൂമുകളിൽ ലോക്കായി. അപ്പോൾ നമ്മളതിനെ ഈ കാണുന്ന ഈ എഴുത്തുകാരൊക്കെ പറയുന്നൊരു സംഭവമുണ്ട്, ദേ ആർ ഓവർ പ്രൊട്ടക്റ്റഡ് ഇൻ ഓഫ്ലൈൻ ആൻഡ് അണ്ടർ പ്രൊട്ടക്റ്റഡ് ഇൻ ഓൺലൈൻ. നമ്മൾ കുട്ടികളൊക്കെ നമുക്കറിയാം, നമ്മൾ കുറച്ചൊക്കെ കാറൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അതിനൊരു പാരലൽ സിസ്റ്റം ഉണ്ടാക്കും. കുട്ടികൾക്ക് വളരാനുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും നമ്മൾ ഒരുക്കും. അതിൻ്റെ കൂടെ നമ്മൾ ഇവർക്ക് സ്മാർട്ട് ഫോൺ കൊടുക്കും, അതോടൊപ്പം നമുക്ക് ടാബ് വേണമെങ്കിൽ ടാബ് കൊടുക്കും, അതോടൊപ്പം വീട്ടിൽ TV ഒക്കെ ഓപ്പൺ ആയിരിക്കും. അങ്ങനെ ഓൺലൈൻ സംവിധാനങ്ങളെല്ലാം ഒരുക്കും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഒബ്സർവ് ചെയ്യാനുള്ള സംവിധാനം നമുക്കില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു വസ്തുത. അപ്പോൾ അവിടെ ഇവർ എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ഭാഗമായി സ്വാഭാവികമായിട്ടും ഈ പറയുന്ന കെ ഡ്രാമ, കെ മൂവീസ്, അതുപോലെ BTS ബാൻഡ് പോലുള്ള സംവിധാനങ്ങൾ, സ്വാഭാവികമായിട്ടും ഈ നിരീക്ഷകർ പറയുന്ന 90% ഓഫ് കെ ഡ്രാമ അല്ലെങ്കിൽ കെ മൂവീസ് എന്ന് പറയുന്നത് എഴുതുന്നത് സ്ത്രീകളാണെന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ അകത്ത് കൂടുതലായിട്ടൊരു ഇമോഷണൽ കണ്ടന്റ് ഉണ്ടാവും, അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ കുട്ടികൾ സ്വാഭാവികമായിട്ടും ഈ ബിസി ഷെഡ്യൂളിൽ ഓടുന്ന പേരൻസിൻ്റെ കുട്ടികൾ, അവർക്ക് കിട്ടാത്ത ഒരു പാമ്പറിങ്ങും കെയറിങ്ങും അവർ ഈ കെ ഡ്രാമയിൽ കൂടെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ പതുക്കെ അതിന് അഡിക്റ്റഡ് ആവുന്നു. പതുക്കെ ആ ഒരു ലോകത്തിലേക്ക് ഇവർ പതുക്കെ അബ്സോർബ് ആവുന്നു. പതുക്കെ അവരുടെ റിയൽ വേൾഡിലുള്ള സംവിധാനത്തിൽ നിന്ന് അവർ ഡിറ്റാച്ച്ഡ് ആയി മാറുന്നു. അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് അഡിക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം ക്ലിഫ് ഹാങ്ങർ എന്ന് പറഞ്ഞൊരു ടൈമും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഓരോ കെ ഡ്രാമ, നമ്മൾ ഈ പണ്ട് ഈ മെഗാ സീരിയലിലൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്ന സംവിധാനമാണ്. അതായത് ഈ സൈക്കോളജിസ്റ്റ് ഒക്കെയാണ് സ്ക്രിപ്റ്റ് ഡിസൈൻ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ, ഓരോ എപ്പിസോഡ് തീരുമ്പോഴും അതിൻ്റെ ക്ലൈമാക്സിൽ നമ്മളെ പിടിച്ചിരുത്തുന്ന, അത് അടുത്ത എപ്പിസോഡ് കാണാൻ അത് ഹുക്കുണ്ട്. അതാണ് ക്ലിഫ് ഹാങ്ങർ എന്ന് പറഞ്ഞാൽ. ഒരു ക്ലിഫിൽ ഹാങ് ചെയ്ത് കിടക്കുന്ന ഒരാൾ, ഒരു പഴയ ഒരു ടെർമിനോളജിയാണ്. അപ്പോൾ ഈ ക്ലിഫ് ഹാങ്ങർ സംവിധാനങ്ങളാണ് ഈ കെ ഡ്രാമയിൽ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിന് അഡിക്റ്റഡ് ആവുന്നു. പിന്നെ കുട്ടികൾ കൂടുതൽ അതിൻ്റെ ട്യൂൺഡായിട്ട് പോകുന്നു. അങ്ങനെ പോകുന്ന കുട്ടികൾ പതുക്കെ ആ ഒരു മായ വലയം അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ഒരു ഓറ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ഓറയുടെ ഭാഗമായിട്ട് പതുക്കെ മൂവ് ചെയ്ത് പോകുന്നു. സ്വാഭാവികമായിട്ടും കുട്ടികളുടെ പ്രശ്നം എന്ന് പറയുന്നത് അവരെപ്പോഴും പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസിലാണ് അവർ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അവരുടെ സ്കൂളിൽ 2 പേര് കണ്ടു, എൻ്റെ കയ്യിൽ ഫോണില്ല, ഞാനിത് കണ്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്കവിടെ കുറച്ചിലാണ്. അപ്പോൾ അങ്ങനെ അവർ കാണാത്ത ആൾ പോലും കാണാൻ നിർബന്ധിതരാകുന്നു. നമുക്കറിയാം, ഞാൻ പല കേസസും കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ പഠിപ്പിക്കുന്ന കുട്ടികളിൽ പോലും അവർ ഫോണിൻ്റെ പുറകിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫോണിൻ്റെ കേസായിരിക്കും, അതിൻ്റെ പുറകിൽ ഈ BTSൻ്റെ ലിറിക്സ് എഴുതി കൊണ്ടുവരുന്നു. അതുപോലെ അവരുടെ ഒരു സമയത്ത് നമ്മുടെ എല്ലാ കുട്ടികളുടെയും DP, വാട്സപ്പിൻ്റെ DP ഒക്കെ ഈ കൊറിയൻ സിംഗേഴ്സിൻ്റെ, BTS സിംഗേഴ്സിൻ്റെ ഒക്കെ ആയിരുന്നു. ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, BTS നിർത്തിപ്പോൾ അങ്ങനെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അട്രാക്ഷൻ സ്വാഭാവികമായിട്ട് അത് നമ്മുടെ വീടുകളിൽ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് തുടങ്ങുന്ന ഒരു പ്രശ്നമാണ്. നമുക്ക് ഒരുപക്ഷെ അറിയത്തില്ലാത്തതുകൊണ്ട് തുടങ്ങുന്ന ഒരു പ്രശ്നമാണ്. ഈ പറഞ്ഞ പോലെ ദേ ആർ അണ്ടർ പ്രൊട്ടക്റ്റഡ് ഇൻ ഓൺലൈനിൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ട് പതുക്കെ അങ്ങനെ ഒരു കൊറിയൻ രീതിയിലേക്ക് പോകുന്ന ഒരു പ്രശ്നമാണ്. സ്വാഭാവികമായിട്ടും ഈ കൊറിയൻ മൂവീസ് കാണുന്ന, അല്ലെങ്കിൽ ഈവൻ ഇത് കമ്പയർഡ് ടു എനി അതർ ചൂതാട്ടം ഒക്കെ കളിക്കുന്ന പോലെ തന്നെ ഈ കൊറിയൻ മൂവീസ് കാണുന്ന ആളുകൾക്ക് ഒരു ഡോപ്പമൈൻ പീക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത്.
അപ്പോൾ ഈ ഡോപ്പമൈൻ പീക്കിൻ്റെ ഫലമായിട്ട് ഇവനിത് കാണുന്തോറും ഇവന് കൂടുതൽ ഡോപ്പമൈൻ പീക്ക് ഉണ്ടാവാൻ വേണ്ടി ശ്രമിക്കും. ഒരു സ്റ്റേബിൾ കണ്ടീഷനാണ് നമ്മുടെ ബോഡി, ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡോപ്പമൈൻ പീക്ക് ഉണ്ടായിട്ടാണ് നമ്മൾ തിരിച്ച് ഈ ഹോമിയോസ്റ്റാസിസ് അവസ്ഥയിലേക്ക് തിരിച്ചു വരണം. അപ്പോൾ ഈ അവസ്ഥയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഇവൻ അനുഭവിച്ച് ഈ പ്ലഷറിന് കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെയിൻ ഇവൻ അനുഭവിക്കണം. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, നമ്മളാണെങ്കിലും റീൽസ് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഇഷ്ടമാണ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകും. പിന്നെ നമ്മൾ ഒരു സമയത്ത് അത് സ്റ്റോപ്പ് ചെയ്യുമ്പം നമുക്കൊരു എംറ്റിനെസ് നമ്മുടെ ഉള്ളിൽ അനുഭവപ്പെടും. ഇതുപോലൊരു എംറ്റിനെസ് അവർ അനുഭവിക്കുന്നു. അത് ഒരു ദിവസം ആ എംറ്റിനെസ്സിൻ്റെ അളവ് കുറച്ചാണെങ്കിൽ പിറ്റേ ദിവസം അത് കൂടി വരുന്നു. ഇങ്ങനെ കൂടി വന്ന് ഇവർക്ക് വലിയൊരു നിരാശയിലേക്ക് പതുക്കെ ഇവിടെ പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നിരാശയിലേക്ക് പോകുന്ന ആളുകളായിരിക്കാം ഒരുപക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ഈ ഫോൺ മാറ്റി വയ്ക്കുകയോ അല്ലെങ്കിൽ ഈ കൊറിയൻ ഇവർ ആരാധിച്ചുകൊണ്ടിരുന്ന കൊറിയൻ ആർട്ടിസ്റ്റ് ആത്മഹത്യ ചെയ്യോ എന്നുള്ളൊരു പൊസിഷനിൽ എത്തിക്കഴിയുമ്പം ഇവരും ഇനി എനിക്ക് ജീവിതമില്ല എന്നുള്ളൊരു അവസ്ഥ വന്ന് ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവും. അതായിരിക്കാം അതിൻ്റെ പിന്നിലൊരു കാരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഓർക്കുകയായിരുന്നു, ഇപ്പം ഡുവലിംഗോ എന്ന് പറയുന്ന വെബ്സൈറ്റ് നമുക്കറിയാം. അത് ലാംഗ്വേജ് പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു വളരെ ഗെയിമിഫൈഡ് ലാംഗ്വേജ് ലേണിംഗ് പ്ലാറ്റ്ഫോം. അവരുടെ ഒരു ഡേറ്റ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിരയുന്നത് ഇംഗ്ലീഷ്, ഹിന്ദി, ഫ്രഞ്ച്, ഈ 3 ഭാഷയാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ പഠിക്കാൻ വേണ്ടി ഡുവലിംഗോ ഉപയോഗിക്കും. അത് 4ാം സ്ഥാനം കൊറിയനാണ്. നമ്മളെ അതിശയിപ്പിക്കും. 4ാം സ്ഥാനത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിരയുന്ന ഒരു ഭാഷ എന്ന് പറയുന്നത് അത് കൊറിയനാണ്. നമ്മുടെ നാട്ടിലെ നല്ല മനുഷ്യരാണ്. എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ ഈ ഒരു കേസിലൊക്കെ വരുമ്പോൾ രണ്ടാമത് പറഞ്ഞ ഗെയിമുമായി ബന്ധപ്പെട്ട കൊറിയൻ ലവ് ഗെയിം എന്നോ മറ്റോ പേരുള്ള ഒരു ഗെയിമാണ് ഈ രണ്ടാമത് ഈ വിഷയമായിട്ട്. എനിക്ക് തോന്നുന്നു ഈ ഗെയിമുകളുടെ ചതി അല്ലെങ്കിൽ അതിന്റെ ഒരു ചതിക്കുഴി അതൊരു പുതിയ സംഭവമല്ല. ഇതിനു മുമ്പ് ഒരുപക്ഷെ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അറിഞ്ഞിട്ടുള്ളത് ബ്ലൂ വെയിൽ എന്ന് പറയുന്ന ഒരു ഗെയിം അല്ലെ, വർഷങ്ങൾക്ക് മുമ്പ് ബ്ലൂ വെയിൽ എന്ന് പറഞ്ഞ ഗെയിം. അതൊരു മരണക്കളി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഗെയിമിൽ ഇങ്ങനെ ഓരോ ടാസ്ക് പറഞ്ഞു അവസാനം സ്വയം മരിക്കുക എന്നതാണ് അവസാനത്തെ ടാസ്ക്. അങ്ങനെ ആ ഗെയിം ഇന്ത്യ നിരോധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്ന് ഈ പറയുന്ന 4 ഗെയിമുകളോ ആ കുട്ടികളുടെ ആത്മഹത്യക്കുറിപ്പിൽ അവർ പറയുന്ന ഒന്ന്, ഞങ്ങൾ ഇന്ത്യക്കാരല്ല, ഞങ്ങൾക്ക് ഈ ഒരു കൊറിയൻ ഗെയിം കളിക്കാൻ പറ്റാത്തതിനേക്കാൾ നല്ലത് മരണമാണ് ഞങ്ങൾക്ക് നല്ലതെന്ന് അവർ പറയുന്നു. ഏകദേശം 4ഓളം ഗെയിമുകൾ, 3-4 ഗെയിമുകൾ അവരുടെ ആത്മഹത്യക്കുറിപ്പിൽ അവർ പരാമർശിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു സെറ്റ് ഓഫ് ഗെയിമുകൾ ഇവിടെ വരുന്നു. അപ്പൊ ഗെയിമുകൾ അഡിക്ഷനായി നമ്മുടെ കുട്ടികൾ മാറുന്നു. അതിൽ പല ചലഞ്ചുകൾ അവർ വരുന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ അത്തരം ഗെയിമുകൾ നിഷേധിക്കപ്പെടുകയാണെങ്കിൽ അതിനെ ഇമോഷണലി അവർക്ക് താങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം നിധിൻ ഓർക്കുന്നുണ്ടോന്ന് അറിയത്തില്ല. ഒരു കാലഘട്ടത്തിൽ കൊറിയൻ സിനിമകൾ നമ്മുടെ യുവജനങ്ങളെ ഏറെ ആകർഷിച്ചിരുന്ന സമയം. മാത്രമല്ല നമ്മുടെ പല ആർട്ടിസ്റ്റുകളും കൊറിയൻ സിനിമകൾ കണ്ടിട്ട് അതിനകത്തുനിന്നൊരു ത്രെഡോ ഒരു സീഡോ ഒക്കെ കിട്ടുക, അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അത് കൂടി ചേർത്ത് ഡെവലപ്പ് ചെയ്യാം. അങ്ങനെ ഒരു ബേസായിട്ട് കണ്ടിരുന്നൊരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. കൊറിയൻ ഫിലിം ഫെസ്റ്റിവലുകൾ എന്തോരം നമുക്ക് നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഒരു പരിധിവരെ കലാപരമായ വളർച്ചയ്ക്കും അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് കലാപരമായ കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റുന്ന വേദികളിലേക്കുള്ള ഒരു ചാനൽ. പക്ഷെ അതൊന്നും ഡിസ്ട്രക്റ്റീവ് ആയിരുന്നില്ല, കൺസ്ട്രക്റ്റീവ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന കൊറിയൻ്റെ ഇൻഫ്ലുവൻസ് ഒരുമാതിരി ഡിസ്ട്രക്റ്റീവ് രീതിയിലേക്ക് നീങ്ങുകയാണ്. അത് കൊറിയൻ ഗെയിമിൻ്റെ കുഴപ്പമായിട്ടല്ല നമ്മൾ പറയേണ്ടത്. അത് ഈ സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് ഇത് എനിക്ക് ആവശ്യമോ അത്യാവശ്യമോ എന്ന് അറിയാൻ പാടില്ലാത്തത് കൊണ്ടും ഇതിൻ്റെ ദൂരവ്യാപകമായ ഫലങ്ങളെക്കുറിച്ചുള്ള ബോധമില്ലായ്മ കൊണ്ടുമാണ് സംഭവിക്കുന്നത്. ഒരു ഫണ്ണിനാണല്ലോ ഇതൊക്കെ തുടങ്ങുന്നത്, ഒരു രസത്തിനാണല്ലോ ഈ കളിയിലൊക്കെ കുട്ടികൾ തുടങ്ങുന്നത്. ഇവരാരും അവസാനം ഞാൻ ആത്മഹത്യയൊന്നും ചിന്തിച്ചുകൊണ്ടല്ല ഇതൊന്നും തുടങ്ങുന്നത്. പക്ഷേ സ്ലോലി ഈ പറഞ്ഞ ഡോപാമിൻ്റെ പ്രവർത്തനവും മറ്റു പല സോഷ്യൽ പ്രഷറും, പിന്നെ ക്ലാസ്സിലൊക്കെ ചെന്നിട്ട് ഞാൻ ഇന്നലെ അത് കളിച്ചു, ആ കളി ഇങ്ങനെ അതിൻ്റെ അഡ്വഞ്ചർ, അതിൻ്റെ ഫണ്ണ്, അതിൻ്റെ സ്പിരിറ്റൊക്കെ ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരോടൊക്കെ എന്തോ ഒരു ഹീറോ ആകുന്ന പോലെ. അപ്പോൾ ഈ ഹീറോയിസത്തെക്കുറിച്ചുള്ള അവരുടെ ഡെഫിനിഷനൊക്കെ ഇതായി മാറി എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ബി ലൈക്ക് ദാറ്റ്. അതല്ല ഹീറോയിസത്തിൻ്റെ ഡെഫിനിഷൻ എന്നുള്ളത്. അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അത് പറഞ്ഞു കൊടുക്കാനും ആരുമില്ല, ഇവർക്ക് മനസ്സിലാകാനും പറ്റുന്നില്ല. അതായത് തന്ത വൈബിനെ അവർക്ക് താല്പര്യമില്ല. ടീച്ചേഴ്സിൻ്റെ വൈബ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈക്വലൻ്റ് ആണ് അവർ നോക്കുമ്പോഴത്തേക്കും. പിന്നെ ഈ പറഞ്ഞ ജെൻസിയൊക്കെ വിട്ടിട്ട് ജെന്നിസഡും ഒക്കെ വിട്ടിട്ട് വേറൊരു ലോകത്താണല്ലോ അവർ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അവരെ സംബന്ധിച്ചോളം പഴയ കളികളൊന്നും ഫണ്ണേ അല്ല. പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന കളികളൊന്നും, പിന്നെ പണ്ടൊക്കെ കളിച്ചുകൊണ്ടിരുന്ന എന്തിനു വേണ്ടി, ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയായിരുന്നു കളിച്ച്. പിന്നെ ചില ഇൻ്റലക്ച്വൽ കളികളിൽ ഏർപ്പെട്ടിരുന്ന മുഴുവൻ ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ്. ഇപ്പോഴത്തെ കളികൾ സ്റ്റാർട്ട് ചെയ്യണ ഫണ്ണിന് വേണ്ടിയാണ്. റാദർ ദാൻ എസ്കേപ്പിസം ഇറ്റ് ഈസ് ഫൺ. ബട്ട് സ്ലോലി ഈ ഫൺ അവരെ കീഴടക്കുവാണ്. ഇങ്ങനെ കീഴടക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്ന ഇവരറിയുന്നില്ല, ഇവരുടെ പേരൻസും അറിയുന്നില്ല. ഒരു ജനറേഷനൊന്നും ഇത് എന്താണെന്ന് പോലും അറിയത്തില്ല.
ഈ ലവ് ഗെയിംസും എല്ലാം എന്താന്ന് പോലും അറിയത്തില്ല. ബ്ലൂ വെയിലൊക്കെ എന്താന്ന് പോലും അറിയാത്തൊരു ജനറേഷൻ ഇവിടെ ജീവിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ കുട്ടികളുടെ ഫണ്ണിൻ്റെ, അതായത് രസങ്ങളുടെ മായിക ലോകം എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ടീച്ചർ ഈ പറഞ്ഞ ഈ ന്യൂറോ സയന്റിസ്റ്റ് അങ്ങനെയുള്ള ആളുകൾ ഇതിനെ വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതായത് ടീച്ചർ പറഞ്ഞ ഈ പോയിന്റ്, ഇവര് ഈ ഫണ്ടിന് വേണ്ടി അല്ലെങ്കിൽ ഓരോ ദിവസവും അവരിങ്ങനെ പല രീതിയിലുള്ള ഒന്നെങ്കിൽ ഗെയിംസ് ആയിരിക്കാം. പൊതുവേ പറയുന്ന ഈ ആൺകുട്ടികളാണ് കൂടുതൽ ഗെയിംസിന് കുറച്ചും കൂടെ താല്പര്യം, പെൺകുട്ടികൾ കുറേ കൂടെ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഡ്രാമസ് കാണാൻ അങ്ങനെയുള്ള രീതിയിലാണ് പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ പെൺകുട്ടികൾ ഇങ്ങനെ കമ്പാരിസൺ നടത്തും ഭയങ്കരമായിട്ട്, അവരുടെ ബോഡി അവരിങ്ങനെ ബാക്കിയുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ മോശമാണെങ്കിൽ അതുകൊണ്ടാണ് അവരിങ്ങനെ അവരുടെ ശരീരം അവരുടെ ബ്യൂട്ടിയൊക്കെ വളരെ വളരെ ഗൗരവമായിട്ട് ഈ പറയുന്ന കൊറിയൻ പശ്ചാത്തലത്തിലൊക്കെ അവർ കമ്പയർ ചെയ്ത് നോക്കും. ആൺകുട്ടികൾ കുറേ കൂടെ ഗെയിംസ് അഡിക്റ്റാണ്, അവരൊരു സോഷ്യൽ വിഡ്രോവൽ അവർക്കുണ്ടെന്ന് പറയുന്നത്. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ ഒരുപാട് ആൺകുട്ടികൾക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ സമൂഹത്തിൻ്റെ മുൻപന്തിയിലേക്ക് നിൽക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന പോലെ ഗ്രാജുവലി അവർ ഇങ്ങനെ ഒരു സോഷ്യൽ ഐസൊലേഷനിലേക്ക് വരുന്നു, അതൊക്കെ ഇൻട്രോവേർട്സ് ആയിട്ട് മാറുന്നു. അപ്പോൾ അങ്ങനെ മാറുന്നു. അപ്പോൾ ഇതിന് ഈ ന്യൂറോ സയന്റിസ്റ്റ് ഒക്കെ പറയുന്ന ഒരു ഓൾട്ടർനേറ്റ് മെക്കാനിസം ഉണ്ട്. അതായത് ഈ ശരിക്കും നമ്മുടെ ഈ ബ്രെയിൻ, ഈ കുട്ടികളുടെ ആണെങ്കിലും ഇവരാരും നശിച്ചു പോയിട്ടൊന്നുമില്ല. കാരണം ഈ ബ്രെയിനിന് എപ്പോഴും നമുക്ക് തിരിച്ച ഒരു നോർമൽ അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ ലെവലിലേക്ക് വരാനുള്ള റീവെയർ ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട്. അതായത് ഇവരെ നമുക്ക് പതുക്കെ, എന്താണ് ഡോപ്പോമൈൻ ഫാസ്റ്റിംഗ് എന്ന വാക്കിനെ അവർ പറയുന്നത്. അവർ പതുക്കെ നമ്മൾ ഈ മെമ്മറി സിനിമയിലൊക്കെ കാണിക്കുന്ന പോലെ നമ്മൾ ഡ്രഗ് അഡിക്റ്റ് ആയ ആളുകളെ പതുക്കെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന പോലെ ഇവരെയും പതുക്കെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സംവിധാനം നമ്മുടെ ഇടയിലുണ്ട്. അത് നമ്മുടെ ബ്രെയിൻ അതിനെ ട്യൂൺഡുമാണ്, അങ്ങനെ വെക്കണം. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനം ഉണ്ടെന്ന് ഒരുപക്ഷെ നമ്മുടെ പേരൻസിനോ അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സിനോ അറിയത്തില്ലാത്തതുകൊണ്ടായിരിക്കാം ഇവർ പെട്ടെന്ന് ഷൗട്ട് ചെയ്യും ഇത് കാണുമ്പോഴത്തേക്കും, നിന്നോട് പറഞ്ഞിട്ടില്ലേ ഫോൺ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ. കൊച്ചിനെയും കൊണ്ട് ഈ ന്യൂറോ സയന്റിസ്റ്റിന്റെ ഒക്കെ അടുക്കളൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അതിന് സൊസൈറ്റി കൊടുക്കുന്ന വേർഷൻ ഡിഫറെന്റ് ആയിരിക്കും. അത് താങ്ങാനുള്ള കപ്പാസിറ്റിയും ഈ പേരൻസിനും കുട്ടികൾക്കും ഉണ്ടാകത്തില്ല. അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ നമ്മൾ വിചാരിക്കും എന്തോ സൈക്കിക് പ്രോബ്ലം ആ കൊച്ചിനുണ്ടെന്നുള്ളതാണ്. ഇറ്റ്സ് നോട്ട് എ സൈക്കിക് പ്രോബ്ലം എന്നതിനേക്കാൾ അപ്പുറം ഇത് ഡീൽ ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇറ്റ് ഹാസ് ടു ബി ഡെൽറ്റ്, അല്ലേ? ഡീൽ ചെയ്യേണ്ട ഒരു വിഷയമാണെന്നും അത് പ്രോപ്പർ സയന്റിഫിക് വേയിൽ ഡീൽ ചെയ്യണമെന്നും, വെറുതെ ഉപദേശം കൊണ്ടോ വഴക്ക് കൊണ്ടോ ഒന്നും ഇത് ഡീൽ ചെയ്യാൻ പറ്റത്തില്ല. മാത്രം അപ്പോഴൊക്കെ വിഡ്രോവൽ ടെൻഡൻസി വരികയും ചെയ്യും, റിബല്യസ് ടെൻഡൻസി വരും. രണ്ടുപേരും റിബല്ലാകും, പേരൻസിനോട് റിബല്യസ് സ്പിരിറ്റോടുകൂടി. ബിക്കോസ് എൻ്റെ സന്തോഷങ്ങൾ അവർക്ക് മനസ്സിലാകുന്നില്ല. എനിക്കെന്താ ഇഷ്ടമെന്നും എൻ്റെ സന്തോഷം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാത്ത എന്തുകൊണ്ടാണ്? പേരൻസിന് മനസ്സിലാകണ്ടേ? വളരെ പ്രധാനപ്പെട്ട ഈ സന്തോഷം എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ കൊറിയൻ ആർട്ടിന് സാധിക്കുന്നുണ്ടോ എന്നതാണ് എനിക്ക് ചോദ്യത്തിന് പ്രസക്തി. എന്തായിരിക്കും നമ്മുടെ നാട്ടിൽ പാട്ടില്ലാഞ്ഞിട്ടോ? അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഒരു കാര്യം, ഈ കൊറിയൻ കൾച്ചർ നമ്മുടെ കുട്ടികളുമായി വളരെയധികം കണക്ട് ചെയ്യപ്പെടുന്ന ഒരു പോയിന്റ് ആണെന്ന് മനസ്സിലാക്കാറ്. കൊറിയയിൽ ഇപ്പം നമ്മൾ ഈ കൊറിയൻ കുട്ടികളെ കൊറിയയിലേക്ക് ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഈ കൊറിയൻ മ്യൂസിക്കാണ്. പ്രത്യേകിച്ച് BTS എന്നൊക്കെ പറയുന്നത് ലോകം മുഴുവൻ കോടിക്കണക്കിന് ആരാധകരുള്ള BTSന്റെ മ്യൂസിക്കില് അഡിക്റ്റ് ആയിട്ടുള്ള വലിയ വിഭാഗം ആളുകളുണ്ട്. അപ്പൊ അതിന്റെ ലിറിക്സിലൊക്കെ പലപ്പോഴും വളരെ പൈശാചികമായിട്ടുള്ള ആശയങ്ങളൊക്കെ അതിലൂടെ പറഞ്ഞു പോകുന്നുണ്ടെന്ന യാഥാർത്ഥ്യമാണ്. എന്നിരുന്നാലും ഇത് കുട്ടികളുടെ വല്ലാത്തൊരു ലിറിക്സിനെ കുറിച്ച് ഏത് തലമുറ ബോധവാന്മാര് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അതിലൊരു വാക്ക് തന്നെ ലവ് യുവർ സെൽഫ് എന്നൊരു പാട്ട് അതിനകത്തുണ്ട്, അവരുടെ പ്രധാനപ്പെട്ട പാട്ടുകൾ. അപ്പൊ ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ നീറ്റ് പരീക്ഷ എഴുതുന്ന അല്ലെങ്കിൽ +2 10ാം ക്ലാസ്സിലെ 7ാം ക്ലാസ്സിലെ 8ാം ക്ലാസ്സിലേക്ക് അവരുടേതായ സ്ട്രെസ്സിൽ പെട്ടു നിൽക്കുന്ന കുട്ടികൾ അവരുടെ മുമ്പിൽ ഇതൊരു മുദ്രാവാക്യമായി മാറുകയാണ്. ഓക്കെ, അങ്ങനെയാണ്. രണ്ടാമത്തെ കാര്യം, ഇവരുടെ താരങ്ങൾ, ഞാൻ എന്റെ പരിമിതമായ അറിവിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവരുടെ താരങ്ങൾ കുറെ കൂടി റിയലിസ്റ്റിക് ആണ്. എന്ന് വെച്ചാൽ എനിക്ക് ടെൻഷനുണ്ട്, എനിക്ക് പ്രശ്നങ്ങളുണ്ട്, എനിക്ക് നിന്നൊരു അബദ്ധം പറ്റി എന്നൊക്കെ പറഞ്ഞ് കുറെ കൂടി നമ്മളുടെ ഒരു പ്ലാസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് സർജറി ചെയ്യപ്പെടാത്ത കുറെ കൂടി റിയലിസ്റ്റിക് ആയി ഇവരുടെ ഫാൻ കമ്മ്യൂണിറ്റി ആയിട്ട് ഒരു ഇന്ററാക്ഷൻ ഇവരുടെ ഭാഗത്തു നിന്നുണ്ട്. അതാണ് നമ്മൾ ഈ പാരാ സോഷ്യൽ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് മറ്റൊരു ഭൗതിക ലോകത്തിന്റെ അതിർവരമ്പുകളിൽ അല്ലെങ്കിലും അടുത്തില്ലെങ്കിൽ പോലും ഞങ്ങളെല്ലാം ഒരു പ്രത്യേക കോഴ്സിനായി യുണൈറ്റഡ് ആണെന്ന് പറയുന്ന അങ്ങനെ കമ്മ്യൂണിറ്റി ഫീൽ, അത്തരം കമ്മ്യൂണിറ്റികൾ വ്യാപകമായിട്ട്. ഇപ്പൊ BTS ആർമി കേരള എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ഒരു പ്രസ്ഥാനം പോലെ, നമ്മൾ കേരള കോൺഗ്രസ് എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഈ പല സംഘടനകളുടെ പേരൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഒരു പ്രസ്ഥാനമായി ഇത് വളരുകയാണ്. അപ്പൊ ഇവരുടെ ഉള്ളിൽ ഞങ്ങളുടെ നേതാവിന്റെ ഇവരുടെ ഒരു ഭാഗമാണ്. ഇമേജ് ബിൽഡിംഗ് ഭയങ്കരമാണ്, ഇമേജ് ബിൽഡിംഗ്. അപ്പൊ ഇവർക്ക് ടെലഗ്രാം ഉൾപ്പെടെയുള്ള പല കമ്മ്യൂണിറ്റികളും ഇൻസ്റ്റാഗ്രാമിലും അല്ലാതെയും കാരണം നമ്മൾ പോലും പരിചിതമല്ലാത്ത സോഷ്യൽ മീഡിയയിലൊക്കെ ഇവർ തമ്മിൽ വല്ലാത്തൊരു ബോണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എനിക്ക് അത്തരം താരങ്ങളെ ആരാധിക്കുന്ന ഒരു ഘട്ടത്തിൽ ആ താരത്തിന് അതുപോലെ ഭ്രമം
ഇപ്പൊ നിങ്ങളൊരു സ്കൂളിൽ ചെന്ന് നോക്കൂ, നിങ്ങൾക്ക് ഏത് രാജ്യത്താണ് പോകാൻ ചോദിക്കുക. ആദ്യ കാലങ്ങളിലൊക്കെ നമ്മൾ UK, കാനഡ മഞ്ഞ് കാണാനൊക്കെ പോകുന്നത്. ഇന്ന് നിങ്ങൾ ചോദിക്കും, ഞാൻ കേട്ടിട്ട് എന്നോട് പറഞ്ഞത് കൊറിയക്ക് പോകാനാണ്. അപ്പൊ ചോദിച്ചു വരുമ്പോ മനസ്സിലായി BTS കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന അല്ലെങ്കിൽ കൊറിയൻ സിനിമകൾ കാണുന്ന, കൊറിയൻ ഫുഡ് ഇഷ്ടപ്പെടുന്ന അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഇവിടെ നമ്മൾ ആരും അറിയാതെ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ചുറ്റുവട്ടത്തേക്ക് നടന്ന് വരുന്നു എന്നുള്ളതാണ്. അപ്പൊ എനിക്കൊന്ന് ഇവരുടെ തീമുകൾ, ഇവരുടെ പ്രശ്നം. അപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മുടെ ആർട്ട് ഫോം ഒക്കെ നമ്മുടെ കുട്ടികളുടെ പ്രായോഗികമായിട്ടുള്ള തട്ടിലാണോ നിൽക്കുന്നത്, ഒരു പക്ഷെ അത് കുറെ കൂടി ഒരു മറ്റൊരു തലത്തിലാണോ നിൽക്കുന്നത്. അപ്പൊ ഇവരെന്താണ് ആഗ്രഹിക്കുന്നത് എന്നത് ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളെ ക്യാച്ച് ചെയ്യാനുള്ള വിഭവങ്ങളാണ് അവിടെ വിളമ്പുന്നത് എന്നാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ ഇത് കൂടുതൽ പറയാം. ഞാൻ ഒരിക്കലും വിദേശകാര്യ മന്ത്രാലയത്തിൽ ഇന്റേൺഷിപ്പ് ചെയ്ത സമയത്ത് അന്ന് എനിക്ക് പഠിക്കാൻ വേണ്ടി തന്നിരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സോഫ്റ്റ് ഡിപ്ലോമസിയെ കുറിച്ചാണ്. അപ്പൊ വിദേശ രാജ്യങ്ങൾ എങ്ങനെയാണ് ഇന്ത്യയുടെ, പ്രത്യേകിച്ച് ഞാൻ ജോലി ചെയ്തിരുന്നത് വെസ്റ്റ് ആഫ്രിക്ക ഡിവിഷനിലാണ്. അപ്പം ഞാൻ പഠിച്ച ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് എനിക്ക് കിട്ടിയ കുറെ അധികം ആളുകളോട് സംസാരിക്കുകയും വായിക്കുകയും, ലൈബ്രറിയിൽ തന്നെ ധാരാളം പുസ്തകം, വിദേശ മന്ത്രാലയത്തിന്റെ വലിയ ലൈബ്രറി പുസ്തകങ്ങൾ, അല്ലാതെ കുറെ ആൾക്കാരുമായിട്ട് സംസാരിച്ച് എനിക്ക് കിട്ടിയൊരു റിയലൈസേഷൻ ഇതായിരുന്നു. ടാൻസാനിയൊക്കെ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ആഫ്രിക്ക മൊത്തത്തിൽ അവിടെ ഏറ്റവും കൂടുതൽ അവർ കൺസ്യൂം ചെയ്യുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് ഹിന്ദി സീരിയലുകളാണ്. ഒന്ന്. രണ്ട്, അവരുടെ ഏറ്റവും വലിയ, അവിടെയുള്ള ഒരു സാധാരണക്കാരന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഷാരൂഖ് ഖാനെ, അമിതാഭ് ബച്ചനെയോ കാണുക, അല്ലെങ്കിൽ അവരെ തൊടുക എന്നുള്ളതൊക്കെയാണ് അവിടെ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന കണ്ടന്റ് എന്ന് പറയുന്നത്. എനിക്ക് ആ പേര് കൃത്യറിയില്ല, കുങ്കും ഭാഗ്യ എന്ന മറ്റോ പേരുള്ള CTVയുടെ ചാനലുകൾ. അപ്പൊ ഇവരുടെ റീജിയണൽ ലാംഗ്വേജ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കിയ കണ്ടന്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അപ്പം ഒരു കണ്ടന്റ് എന്ന് പറയാം. അപ്പൊ അതിന്റെ റീസൺ എന്താണ്? അപ്പൊ ഇന്ത്യ പോലുള്ള ഒരു ഭൂപ്രദേശം അവിടെയുണ്ട്. നമ്മൾ കുടുംബങ്ങൾക്ക് കൊടുക്കുന്ന വാല്യൂ സിസ്റ്റത്തിന് സമാനമായ ഒരു വാല്യൂ സിസ്റ്റം ഈ പറയുന്ന പ്രദേശങ്ങളിലുണ്ട്. നൃത്തം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. നമ്മുടെ പാട്ടുകൾ അവരെ തുള്ളിപ്പിക്കുന്നു. ഇപ്പൊ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആഫ്രിക്കയിൽ നിന്നുള്ള കുറെ അധികം മലയാളം പാട്ടുകൾ, ബോളിവുഡിൽ നിന്നൊക്കെ പാട്ടുകൾ, ഡാൻസുകൾ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഫ്യൂഷൻ ഡാൻസ്. അപ്പൊ ഇങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഒരു കണ്ടന്റ് ആണെങ്കിൽ പോലും അത് ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിൽ, ഇപ്പൊ ഉദാഹരണം, അവർ അതിനുശേഷം ഈ ഇന്ത്യയിൽ ഒരു വലിയ വേൾഡ് കപ്പ് നടന്ന സമയത്ത് ആഫ്രിക്കയിലെ താരങ്ങൾ ഇന്ത്യയിൽ വന്നപ്പോൾ ആവശ്യപ്പെട്ടത് അവർക്ക് കുങ്കും ഭാഗ്യയിൽ നടിയെ കാണാൻ പറ്റുമോ, നടനെ കാണാൻ പറ്റുമോ എന്നുള്ളതാണ് അവര് ഇന്ത്യൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടത്. അവർ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അത്രമേൽ ഇമോഷനെ കണ്ടത്. അപ്പൊ ഞാൻ പറയാൻ വന്നത്, കൊറിയയിലെ ഒരു സൃഷ്ടിയും നമുക്ക് ആ നിലയ്ക്ക് വിമർശിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അതൊരു സൃഷ്ടിയാണ്. ആ സൃഷ്ടിക്ക് കണക്ട് ആകുന്ന ഒരു കമ്മ്യൂണിറ്റി ലോകത്ത് പലയിടത്തും ഉണ്ടാകാം. അങ്ങനെ വളരെ പോപ്പുലറായ ഒരു കമ്മ്യൂണിറ്റി പല കൾച്ചറലി അതിനൊക്കെ ഒരു ശാസ്ത്രം ഉണ്ട്, അതൊരു സാമൂഹിക ശാസ്ത്രം ഉറപ്പായിട്ടും ഉണ്ട്. അതായിരിക്കും ഇവിടെ. പക്ഷെ നമ്മളിവിടെ തിരിച്ചറിയേണ്ടത്, നമ്മുടെ കുട്ടികൾ ഈ ഒരു കണ്ടന്റ് കൺസ്യൂം ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ റിയാലിറ്റിയിൽ നിന്ന് അവർ മാറുന്നു, വെർച്വൽ റിയാലിറ്റിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ലെന്ന് മറ്റൊരു സിനിമയില് നമ്മുടെ പറഞ്ഞതുപോലെ നമ്മുടെ മക്കൾക്ക് ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റാത്ത വിധത്തിൽ ഒരു ഭ്രമം അവിടെ വരുന്നുണ്ട്. ആ ഭ്രമത്തിനാണ് നമ്മൾ ശരിക്കും പരിഹാരം കാണേണ്ടത്. യെസ്, ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കി വന്നത് നമ്മുടെ ദൃശ്യം സിനിമയുണ്ടല്ലോ. ദൃശ്യ സിനിമ ജിത്തു ജോസഫ് പറയുന്ന നമ്പർ ഓഫ് ഭാഷകളിലേക്ക് അത് പിന്നീട് മുഴുമാറ്റം ചെയ്യുകയോ റീമേക്ക് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ നമ്മുടെ ഇവിടെയൊക്കെ അന്ന് ട്രെൻഡിങ് ആയ ഒരു വീഡിയോ ഉണ്ട്. അതായത് കൊറിയൻ സിനിമയായ ഒരു മൂവീനെ ജിത്തു ജോസഫ് അതിൻ്റെ ഐഡിയ കണ്ട് അത് മുഴുമാറ്റം ചെയ്ത് അല്ലെങ്കിൽ അത് റീമേക്ക് ചെയ്താണ് ഇവിടെ ദൃശ്യം ഇറക്കിയെന്നും പറഞ്ഞൊരു വലിയ വൈറലായ വീഡിയോ ഉണ്ടായിരുന്നു. അത് ഞാൻ അതിൻ്റെ യഥാർത്ഥം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ ജിത്തു ജോസഫ് ഉണ്ടാക്കിയ ദൃശ്യം എന്ന് പറഞ്ഞ സിനിമേനെ ഈ പറയുന്ന പല ഭാഷകളിലേക്ക് മുഴുമാറ്റം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആളുകൾ ശ്രദ്ധിച്ചത് പിന്നീട് റിലീസായി കൊറിയൻ സിനിമ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ അത്രമാത്രം കൊറിയൻ സിനിമകളെ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ യൂത്ത് അത്രമാത്രം, അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന അഡോളസൻസ് ഏജിലുള്ള കുട്ടികൾ അത്രമാത്രം കൊറിയൻ സിനിമകളെ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് ആ സിനിമ അവിടെ മുഴുമാറ്റം ചെയ്തപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചത്. അത് അതിനുശേഷമായിരുന്നു ഇറങ്ങിയെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അറിഞ്ഞില്ല. നമ്മളിത് ആദ്യം ഇറങ്ങിയതാണെന്നുള്ള ഒരു ചിന്ത വന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, നമ്മുടെ ഈ യൂത്ത് ഈ പറയുന്ന ഒരു വെർച്വൽ വേൾഡിൽ ജീവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ അടുത്ത കാലത്ത് ഈ ആങ്ഷ്യസ് ജനറേഷൻ എന്ന് പറഞ്ഞ ജോനാഥൻ ഹേത്ത് എന്ന് പറഞ്ഞൊരു റൈറ്റ് ചെയ്ത ഒരു പുസ്തകമുണ്ട്. അദ്ദേഹം അതിൻ്റെ അകത്ത് ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ ആഫ്രിക്കയിലെ കാര്യം നമ്മൾ പറഞ്ഞു, കേരളത്തിലെ കാര്യം പറഞ്ഞു. ഇത് നമ്മുടെ ഈ കേരളത്തിലോ അല്ലെങ്കിൽ ആഫ്രിക്കയിലോ മാത്രമുള്ള ഒരു പ്രശ്നമല്ല, ഇത് ലോകത്തെല്ലായിടത്തുള്ള പ്രശ്നമാണ്. സ്മാർട്ട് ഫോണിന്റെ വരവോടുകൂടി എല്ലായിടത്തും വേൾഡ് ഹാസ് ബിക്കം എ സ്മോൾ വില്ലേജ് നൗ. അതുകൊണ്ട് നമുക്കുണ്ടല്ലോ ഇപ്പം ഇവിടെ കേരളത്തിലിരിക്കണ ഒരു കൊച്ചു കേരളത്തിലല്ല ഇരിക്കണമെന്ന്, വിർച്വൽ വേൾഡ് കേരളത്തിൽ ഫിസിക്കലി വേണമെങ്കിൽ ഇവിടെ, ഫിസിക്കലി ഇവിടെ അല്ല എന്ന് വേണമെങ്കിൽ അത്രമാത്രം എവിടെയൊക്കെ ഒരു പാരാ സ്പെയറിൽ നടക്കാൻ പറ്റുമോ അതുപോലെയാണ്. അപ്പം എന്താ പറ്റണേന്നറിയാവോ, ഈ ഇവൻ കാണുന്ന ലോകം നമ്മൾ പറയും ഉട്ടോപ്യൻ വേൾഡ് എന്ന്,
അവനെ സംബന്ധിച്ചുള്ള അത് റിയലിസ്റ്റിക് വേൾഡാണ്. അതാണ് അവൻ്റെ റിയലിസ്റ്റിക് വേൾഡ്. ഇവിടെ കാണുന്നതാണ് അവൻ ഉട്ടോപ്യൻ വേൾഡായിട്ട് തോന്നുന്നത്. അതായത് എൻ്റെ പേരൻസും എൻ്റെ വീട് സറൗണ്ടിങ്സും ഒന്നും അല്ല, ഇവിടെ ഫിറ്റല്ല ഞാൻ. ഐ എം നോട്ട് ഫിറ്റ് ഫോർ ദിസ് പ്ലേസ് ഓർ ദിസ് ഹൗസ് ഓർ ദിസ് കമ്മ്യൂണിറ്റി. ഞാൻ വേറെ എവിടെയോ ഫിറ്റ് ആകേണ്ടത്. എൻ്റെ തോട്ട് പ്രോസസ്സ് വേറെയാണ്, എൻ്റെ ഇമോഷണൽ ബീയിങ് വേറെയാണ്. അപ്പം എനിക്ക് ക്ലിക്കാകുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ, there I belong to എന്ന് പറയാം. ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് ഇവിടെ ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സൈക്കോളജിക്കൽ പ്രശ്നം. ഈ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ ഇവിടുത്തെ എക്യുപ്മെൻറ്റിന് സാധിക്കത്തുമില്ല, തിയറിക്ക് സാധിക്കത്തില്ല, ഇടപെടലിന് സാധിക്കത്തില്ല. അപ്പം നമ്മൾ ആ വെർച്വൽ വേൾഡിൽ നിന്ന് റിയൽ വേൾഡിലേക്ക് ഇവനെ ഇറക്കിക്കൊണ്ട് വരിക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. ഞാനിങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിച്ചപ്പം ഈ ശരിക്കും ഈ വിശ്വ ചാവറാപ്പിത എനിക്കൊന്ന് 1868 മറ്റോ ഈ കൈനഗിരി പാരിഷണേഴ്സിന് കൊടുത്ത കുറച്ച് അവർ കുറച്ച് അഡ്വൈസാണ് ഈ ചാവരുൾ എന്ന് പറഞ്ഞൊരു ഫോമാറ്റിൽ വന്നത്. ഞാൻ ഈ ചാവരുൾ വായിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ ചാവരുളിൽ അന്നത്തെ കാലത്ത് തന്നെ വളരെ വീക്ഷണത്തോടു കൂടി പിതാവ് ഇങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നല്ല പുസ്തകങ്ങൾ വായിക്കാൻ കൊടുക്കണം എന്നുള്ളൊരു സാധനം, ചീത്ത പുസ്തകങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അന്ന് പിതാവ് പറഞ്ഞ ആ ഒരു കാര്യം തന്നെയാണ് ഇന്നത്തെ കോണ്ടെക്സ്റ്റിലും നമ്മൾ നോക്കണം. നമ്മൾ സൂപ്പർവൈസ് ചെയ്യണം, ഇവരെന്താണ് കാണുന്നത്, ഇവരെന്താണ് കേൾക്കുന്നത്, ഇവരെന്താണ് പെർഫോം ചെയ്യുന്നത്. ടീച്ചർ പറഞ്ഞ പോലെ നമ്മൾ ഈ കുട്ടികളുടെ ഫോൺ 10 മണിക്ക് സബ്മിറ്റ് ചെയ്യണം എന്ന് പറയുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ കുട്ടികൾ ഈ ഒറ്റയ്ക്ക് റൂമിൽ അടച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു ഫാമിലി ഉണ്ട് തൊടുപുഴ. അവർ 8 മക്കളാണ്. അപ്പോൾ ഈ 8 മക്കൾ എന്ന് പറഞ്ഞാൽ 8 മക്കളും പേരൻസും കൂടെ കൂടി ഏതായാലും 10 പേര് വീട്ടിലുള്ള മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഏതായാലും 10 മുറിയുള്ള വീട് പണിയാൻ പറ്റില്ലല്ലോ, അവരൊരു 5 മുറിയുള്ള വീടാണ്. പക്ഷേ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു സ്വർഗ്ഗം പോലെയാണ് ഈ വീട്. നമുക്ക് ഈ ഇത്രയും മക്കളുള്ള വീട്ടിൽ ചെല്ലുമ്പോഴാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി മനസ്സിലാവുള്ളൂ. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ അവിടെ കണ്ട 2-3 കാര്യങ്ങളാണ്. ഒന്ന്, അവർ ഡിഫോൾട്ടായിട്ട് അവരുടെ ഒരു സന്തോഷമുണ്ട്. നമ്മൾക്കറിയാം, നമ്മൾ 2 വീട്ടിലുള്ള ഒരു കുട്ടിയുടെ ചെന്ന് കാണുമ്പോൾ വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവൻ ഇങ്ങനെ വളരെ ഗ്ലൂമി ആയിട്ടായിരിക്കും മിക്കവാറും 90% നമ്മുടെ ഫാമിലീസിൽ സംഭവിക്കുന്ന ഗ്ലൂമി ആയിട്ടിരിക്കും. പക്ഷേ ഇവരങ്ങനെയല്ല, ഇവർ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് പല റീസൺസ് ഉണ്ട്. അതിനകത്ത് ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു പോൺ വീഡിയോ അയച്ചതെന്ന് വിചാരിക്കാം ഫോണിൽ. ഇത് ഞാൻ കാണണമെങ്കിൽ എനിക്ക് 2 കുട്ടിയുള്ള ഒരാളാണെങ്കിൽ അവനെ ആ വീട്ടിൽ എവിടെയെങ്കിലും പോരുന്നത് കാണാം. പക്ഷേ ഈ 8 കുട്ടിയുള്ള വീട്ടിൽ ഇവന് എവിടെ പോരുന്ന ഈ വീഡിയോ കാണാം. സ്വാഭാവികമായിട്ടും എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഈ തെറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ റിഡ്യൂസ് ചെയ്യപ്പെടും. മാത്രമല്ല, അവർക്ക് ഇങ്ങനെ തിന്മേനെക്കുറിച്ചോ തെറ്റിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയം പോലില്ല. അത്രയ്ക്ക് ഹാപ്പിയാണ്. മൂത്തയാളെ ഇളയാളെ നോക്കുന്നു, കുഞ്ഞുങ്ങളെ നോക്കുന്നു. ശരിക്കും ഏറ്റവും ഇളയ കൊച്ചിനെയൊക്കെ അമ്മേനെ പോലെ പരിപാലിക്കുന്ന ഈ മൂത്തയാളൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കൾച്ചറൽ ഷിഫ്റ്റ് ഇങ്ങനെയുള്ള വീടുകളിലൊക്കെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വീടുകൾ ഈ പറയുന്ന ഫോൺ അഡിക്ഷനോ ഈ ഡിജിറ്റൽ പേരൻറ്റിങ്ങിൻ്റെ ആവശ്യകത ഒന്നും നമ്മൾ കാര്യമായിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അല്ലാത്ത വീടുകളിലാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പം അല്ലാത്ത വീടുകളിൽ ഈ ജോനാഥൻ ഫെയ്ഡ് എന്ന് നേരത്തെ പറഞ്ഞ റൈറ്റർ പറഞ്ഞ ഒരു കാര്യം, നമ്മുടെ ഇപ്പോഴത്തെ വേൾഡിൽ മുഴുവൻ ആട്ടോ, കേരളത്തിൽ മാത്രം കോണ്ടെക്സ്റ്റ് അല്ല, ഈ അഡോൾസൻസ് എന്ന് പറഞ്ഞ ഒരു ഏജ് കാറ്റഗറി സത്യത്തിൽ ഏജിൽ ഉണ്ട്, ഫിസിക്കലി ഉണ്ടെങ്കിലും മാനസികമായിട്ട് അവരാരും അഡോൾസൻസ് പീരീഡ് കൂടെ അല്ല കടന്നു വന്നത്. ചൈൽഡ്ഹുഡ് കഴിഞ്ഞാൽ നേരെ അവർ അഡൾട്ടായി മാറുകയാണ്. കാരണം ഇവർ കാണുന്ന ഈ കൊറിയൻ ഡ്രാമാസ് അല്ലെങ്കിൽ ഇവർ കാണുന്ന ഈ ഡിജിറ്റൽ വേൾഡിൽ അവർ ഭയങ്കരമായിട്ട് അങ്ങ് മച്യൂർഡ് ആവുന്നു, അവരങ്ങനെ ബിഹേവ് ചെയ്യുന്നു. പേരൻസിന് പോലും അങ്ങനെയുള്ള ഒരു കുട്ടികളെ കണ്ടെത്താൻ, ഐഡൻറ്റിഫൈ ചെയ്യാൻ, അവരിൽ അങ്ങനെ ഒരു നേച്ചർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വലിയൊരു അപകടത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ അപകടത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യും. അത് സത്യത്തിൽ ഈ കുട്ടികളല്ല, പേരൻസ് അഡ്രസ്സ് ചെയ്യും. അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യുകയും ചെയ്യുക, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് മെക്കാനിസം ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു സൊല്യൂഷനിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമായിട്ട് പറയുന്നത്. അതേപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഓൾട്ടർനേറ്റീവ്സ് കൊടുക്കണം. ഇവർക്ക് ഈ ഫിസിക്കൽ ഗെയിം എന്നുള്ള സംവിധാനം എന്താണെന്ന് വെച്ചാൽ ഒരുമിച്ച് കൊടുക്കണം. അത് ഒരു പേരൻറ്റ് വിചാരിച്ചാൽ എളുപ്പമല്ല. അതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ ഒരുക്കേണ്ട ഒരു സംവിധാനമാണ്. സൊല്യൂഷനായിട്ട് വരുന്ന കമ്മ്യൂണിറ്റി ആയിട്ട് ഇപ്പോൾ ഒരു ഈ പറയുന്ന ഹൗസ് അസോസിയേഷൻ ഉണ്ടെങ്കിൽ അവിടുത്തെ വീടുകളെല്ലാം കൂടെ ഒരുമിച്ചോ, അല്ലെങ്കിൽ ഒരു സ്കൂളായിട്ടുണ്ടെങ്കിൽ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളെല്ലാം ഒരുമിച്ച് ഇവർക്ക് ഓൾട്ടർനേറ്റ് അറേഞ്ച്മെൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഇവർ ഈ പറഞ്ഞ് ഈ ഫോൺ ഉപയോഗിക്കാണ്ടിരിക്കുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഫോൺ ഉപയോഗിക്കരുതെന്ന് അവരോട് കർശനമായി പറഞ്ഞ് അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ അവർ സത്യമായിട്ട് അവർ വലിയൊരു ബോധത്തിലേക്ക് ലിവിംഗ് ലൈഫ് സ്റ്റൈലിലേക്ക് വരണം. അതെ, കമ്മ്യൂണിറ്റി ലിവിംഗ് ലൈഫ് സ്റ്റൈലിലേക്ക് വരണം. അവർക്ക് ആ ലൈഫ് സ്റ്റൈലിൽ ഇവർക്ക് ഫിസിക്കൽ ഗെയിംസ് കളിക്കാനുള്ള അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കൊടുക്കണം. ഓൾട്ടർനേറ്റ് ഓപ്ഷൻ അറേഞ്ച് ചെയ്യാണ്ട് നമ്മൾ ഇവരോട് ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ശരിയായ കാര്യമല്ല. നമ്മൾ അവരെ ബഹുമാനിക്കണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയില്ലെങ്കിൽ ഇന്നത് ഈ പ്രത്യേകിച്ച് ഈ പാൻഡമിക് സമയത്താണ് നമ്മൾ അങ്ങനെ ഫിസിക്കൽ ഗെയിംസ് ഭയങ്കരമായിട്ട് കുറച്ചത്. പിന്നീട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായി പോയി. അപ്പോൾ അന്നേരം വന്ന ഈ ഒരു പ്രശ്നം, ഈ ഒരു ബുദ്ധിമുട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം. കമ്മ്യൂണിറ്റി ലിവിങ് സ്റ്റൈൽ എന്താണെന്നറിയാമോ? ഫിസിക്കൽ ഗെയിംസിനുള്ള പോസിബിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് കളിച്ച് വൈകുന്നേരം സ്കൂൾ വിട്ട് വന്ന ഉടൻ തന്നെ ട്യൂഷനിരുത്താതെ, അല്ലെങ്കിൽ ഉടൻ തന്നെ അവൻ്റെ മുറിയിലേക്ക് പോയി ഹോംവർക്ക് ചെയ്യിക്കാതെ പുറത്തിറങ്ങി കളിച്ച് ഫിസിക്കൽ എക്സർഷൻ ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. ഈ കളിക്കളത്തിലുള്ള ഒരു പ്രത്യേകത എന്നാണെന്നറിയാം?
തോൽക്കാനും ജയിക്കാനും തോൽവിയെ നേരിടാനും ഒക്കെ അവർ പഠിക്കുകയാണ്. ഈ തോൽവിയെ നേരിടാൻ പഠിക്കുന്നു, നോ പഠിക്കുന്നു, അത് പറ്റത്തില്ല, നീ കളിച്ചത്, നീ കള്ളക്കളി കളിച്ചത് അത് തരത്തില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇതൊക്കെ സൃഷ്ടിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഭയങ്കരമാണ്. അതൊക്കെ നഷ്ടപ്പെടുവാണ്. അതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഗെയിംസിന് അഡിക്റ്റ് ആകരുതെന്ന് പറഞ്ഞാൽ എളുപ്പമാണ്, പക്ഷെ അതിന് ഓൾട്ടർനേറ്റീവ്സ് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. കൊറിയൻ ഗെയിമുകൾ മുതൽ കൊറിയൻ ഭക്ഷണം വരെ നമ്മുടെ കുട്ടികളെ വലിയ സ്വാധീനിക്കുമ്പോൾ ഈ 3 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ എടുത്തത് ഒരു കളിയാണ്, ഒരു ഗെയിമാണ്, ഒരു മരണക്കളിയാണ്. തീർച്ചയായിട്ടും മൊബൈലിന്റെ ഡിജിറ്റൽ ലോകത്ത് ഇത്തരം മരണക്കളികൾക്ക് പകരം നല്ല സൗഹൃദങ്ങൾ ചേർക്കുന്ന, വ്യായാമം ലഭിക്കുന്ന, നല്ല സൗഹൃദങ്ങൾക്ക് വേദിയാകുന്ന കളിക്കളമാണ് ഏറ്റവും വലിയ പാഠപുസ്തകം എന്ന് പണ്ട് ആരോ പറഞ്ഞത് ഏറെ സ്നേഹത്തോടെ ഓർക്കുന്നു. തീർച്ചയായിട്ടും അത്തരം കളിക്കളങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് മുമ്പിൽ ഉണ്ടാകുമ്പോൾ അത് മൊബൈൽ ഫോണിൽ നിന്ന് മാറാനുള്ള ഒരു അവസരമാകും. അതിനെല്ലാം അപ്പുറത്തേക്ക് കുട്ടികളുടെ ഉള്ളിൽ ഒത്തിരി കഴിവുകളും ഒത്തിരി സാധ്യതകളും ഒക്കെ തുറന്നു നിൽക്കുന്ന, മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും ഒക്കെ നൽകുന്ന വേദികളായി അത്തരം കളിക്കളങ്ങൾ തുറക്കട്ടെ. അങ്ങനെ ഒരുപറ്റം വിദ്യാർത്ഥികളെങ്കിലും നമുക്ക് നേരിന്റെ പാതയിലൂടെ നയിക്കാൻ സാധിക്കട്ടെ. ഷെക്കീന ഫൈറും കൂടെ അവസാനിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക് ഒപ്പം അതിഥികൾക്ക് നന്ദി.